UDF മാത്രമല്ല LDF-ഉം പരാതികൾ നൽകിയിരുന്നുവെന്ന് VS സുനിൽകുമാറും പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതോടെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അപ്രത്യക്ഷമായി എന്നൊരു ആരോപണം കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് ബ്ലോക്ക് ചെയ്ത് വിവരങ്ങൾ ഒളിച്ചുവെക്കാനാണോ എന്ന് സംശയിക്കുന്നുവെന്നും സുനിൽകുമാർ ആരോപിച്ചു. BJPക്ക് ജയിക്കണം എന്ന ആഗ്രഹമുള്ള മണ്ഡലത്തിൽ അവർക്ക് ജയിക്കാനുള്ള വോട്ടില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അപ്പുറത്തെ മണ്ഡലത്തിലെ ആളുകളെ അവർക്ക് വോട്ട് ചെയ്യാതെ ആ ആളുകളെ ഇവിടുത്തെ വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ട് കൈമാറി എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഒരു വോട്ടേഴ്സ് അയാളുടെ ഒരു പോസ്റ്റൽ കാർഡ് എനിക്ക് ആ അഡ്രസ്സിൽ വന്നിരിക്കുന്ന പോസ്റ്റൽ കാർഡ് ഹാജരാക്കിയാൽ അയാളുടെ വോട്ട് നിഷേധിക്കാൻ ഒരു ഓഫീസർക്ക് അധികാരം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, വീണ്ടും തൃശ്ശൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങളാണ് LDF-ഉം UDF-ഉം ഒരുപോലെ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായി ഉയർത്തുന്ന വാദങ്ങൾ? അതായത് ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തുനിന്ന് ഒരുപാട് ആളുകളെ BJP വോട്ടർ പട്ടികയിൽ ചേർത്തു. അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കാനായി BJPക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസും CPIയും ഇപ്പോൾ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന് ശേഷമാണ്, പിന്നീട് ആരോപണങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ആ വിഷയം ചർച്ചയാകുന്നത്. VS സുനിൽകുമാർ നേരത്തെ തന്നെ തങ്ങൾ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ജില്ലയിലെ ഭരണാധികാരിയായിരുന്ന അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഈ പരാതികളൊന്നും തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ചില വോട്ടർമാർ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അവർ പലരും ഈ ജില്ലയ്ക്ക് പുറത്ത്, അതായത് ജില്ലയ്ക്ക് മാത്രമല്ല ഈ ലോക്സഭാ മണ്ഡലത്തിന് പുറത്ത് ഉള്ള ആളുകളാണ് എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. 6 മാസമെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥിരതാമസം ഉണ്ടെങ്കിലാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് തിരുത്താനായി ഇവിടേക്ക് മാറ്റാനായി കഴിയുകയുള്ളൂ. എന്നാൽ അതല്ല ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് UDF-ഉം ആരോപിക്കുന്നത്. DCC പ്രസിഡന്റ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു. അതായത് സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ മക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലെ 116-ാം നമ്പർ ബൂത്തിലേക്ക് വോട്ടർ പട്ടികയിൽ പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 6 മാസം പോയിട്ട് 6 ദിവസം പോലും അവരിവിടെ താമസിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് UDF ആരോപിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ വീണ്ടും തൃശ്ശൂരിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ചയാവുകയാണ്. വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ LDF-ഉം UDF-ഉം അതുപോലെ തന്നെ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനായി BJPയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.